ഇന്ന് നമുക്കൊരു റവ കേസരി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഫീലാണ്. ഫ്രണ്ട്സ്, ഇത് മസ്റ്റ് ട്രൈ ആണ്. പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കശുവണ്ടി ഉണക്കമുന്തിരിയും ഒന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇവ കോരി മാറ്റിയതിന് ശേഷം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കപ്പ് തന്നെ റവയും പഞ്ചസാരയും അളക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഇനിയും ഒരു നല്ല കളർ കിട്ടാനായി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ചെറിയ സ്പൂണാണ്. നിങ്ങൾ ടീസ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 1/2 സ്പൂൺ മതിയാകും. ഇനിയും ഒരു സ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് മഞ്ഞൾപ്പൊടിയുടെ മണമൊക്കെ മാറി നല്ലതായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത സെയിം കപ്പിൽ തന്നെ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കട്ട കെട്ടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. പെട്ടെന്ന് തന്നെ റവ വെന്ത് കിട്ടും. പ്രത്യേകിച്ച് കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമില്ല. ഇടുമ്പോൾ തന്നെ നമുക്ക് റവ വെന്ത് കിട്ടും. റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നേരത്തെ എടുത്ത കപ്പിൽ ഒരു 1.25 കപ്പ് പഞ്ചസാര വേണം. പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഇത് ഒന്നുകൂടെ ലൂസായിട്ട് കിട്ടും. ഒരു മിനിറ്റ് ഇളക്കി കൊടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും വിതറി ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടേസ്റ്റിയായ റവ കേസരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.